presenting to all India Vidava Associations members. വിധവ കൂടെ ഭർത്താവിനെ വെച്ചിട്ട് മരിച്ച് എല്ലാം കഴിഞ്ഞ് അലിഞ്ഞു ചേർന്ന് എത്രയോ 2 വർഷമോ 2.5 വർഷവും കണ്ടായി പുള്ളിക്കാരൻ മരിച്ചിട്ട്. ഇയാളെ വീണ്ടും എടുത്ത് വെച്ചിട്ട് കാണിക്കുന്ന കോലങ്ങൾ. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് സുധിച്ചേട്ടൻ്റെ ഭാര്യയാണെന്ന് ഓർമ്മിപ്പിക്കണ്ടേ? ഓർമ്മിപ്പിക്കുമ്പോൾ മാത്രമല്ലേ ജനങ്ങളിലെത്തോളൂ. അയ്യോ പാവം വിധവ, അയ്യോ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന വിധവ, 2 മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന വിധവ, തങ്കപ്പനെ ഊട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന വിധവ, തങ്കച്ചിയെ ഊട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന വിധവ, ശരീരാനങ്ങാതെ തിന്നോണ്ടിരിക്കുന്ന ചേട്ടത്തിയായ അവർക്ക് ഊട്ടാൻ കൊടുക്കുന്ന വിധവ, അതുപോലെ തന്നെ ചേട്ടനെ ഊട്ടാൻ കൊടുക്കുന്ന വിധവ, വിയർപ്പിൻ്റെ അസുഖമുള്ളവയെ എന്തിനാടുന്നത് വിയർപ്പിൻ്റെ അസുഖം കാരണം ജോലിക്ക് പോകാൻ പറ്റാത്ത കുറച്ചു പേർ, അങ്ങനെയായ വിധവയുടെ കാര്യമാണെന്ന് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ വീഡിയോയിലിട്ട് പോകാം. ചേട്ടാ എന്തോ ചേട്ടാ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ ചേട്ടാ? ഇത് ഇവിടെ ആരെ ബോധ്യപ്പെടുത്താൻ പറയണത്? ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, അല്ലാതെ പിന്നെ എന്തിനാണ് ഇനി ഇരുന്ന് ഇങ്ങനെ പറയണത്? ഒരു കാര്യം ചെയ്യും, ലൈക്കും ഷെയറും എല്ലാം കൂടെ ആൾ അണ്ണാക്കിലോട്ടം കുത്തി ഇറങ്ങി കൊടുക്കണം. പിന്നെ പോരാഞ്ഞിട്ട് സപ്രഷൻ അതൊരു വലിയ വിഷയമായി. സബ്സ്റ്റേഷൻ അല്ലേ? മീഡിയക്കാരൻ വന്നിട്ട് സബ്സ്റ്റേഷൻ ചെയ്യണില്ലേ? സബ്സ്റ്റേഷൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോഴും സബ്സ്റ്റേഷൻ നീയോ അങ്ങനെയാ പറയണത്? സപ്രഷൻ. ചേട്ടാ പറയൂ ചേട്ടാ. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാ, അപ്പം അഡ്വാൻസ്ഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അയ്യോ സുധീര മകൻ എന്തോ വിഷയം, അവർ തങ്ങളിലുള്ള വിഷയം, അതിൻ്റെ പേരിൽ അവള് മീഡിയയുടെ മുന്നിൽ മൊത്തവും പറയുന്നുണ്ട്. ഞാൻ പോകൂല, അവന് വേണമെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എവള്. എന്നിട്ട് ഇപ്പൊ ഷൂ ചേട്ടനെ എടുത്ത് വെച്ച് ഷൂ ചേട്ടാ എവള് കുറെ പണം ഉണ്ടാക്കാൻ വേണ്ടി എവള് ഇടന്ന് കാണിച്ചു കൂട്ടുന്ന കോലങ്ങളാണ്. ഷൂ ചേട്ടന് ഉമ്മയും കൊടുത്തിട്ട് പോയി കാണിക്കുന്ന കോലം എല്ലാ മൊത്തത്തിൽ കുത്തിക്കളി. ഇത്തിരി ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഈ മരം കാച്ചിയെ കൊണ്ട് തോറ്റ് എങ്ങനെ ലിപ്സ്റ്റിക് ഇടാം? കണ്ടോളി. ബ്രേതം മൊത്തം ഭ്രാന്തായി, മൊത്തത്തിൽ വട്ടായി. അന്തിരി നമുക്കിനി ആന കയറണാണ്. ആനപ്പുറത്ത് പോണത്. ഇതേപോലെ എക്സസൈസ് ചെയ്ത് ഫിറ്റ് ആവാനായിട്ട്, വയറ് കുറച്ച് സെറ്റ് ആവാനായിട്ട് ഞാൻ എന്റെ കൂടെ താഴെ കമന്റ് അടിച്ചിട്ട് എന്നെ ഫോളോ ചെയ്താൽ മാത്രം മതി. തന്തയും മോളും ഒരേ ഇതാണ്. തങ്കപ്പ ചേട്ടന്റെ ഇളക്കം ഒന്ന് കാണണം. പറയുന്നില്ല അവരൊറ്റയ്ക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ? ഞങ്ങൾ നാളെ പോകാം. ഈ കുഞ്ഞിനെ എവിടെ ഇട്ടിട്ട് പോകും? ഞങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോകണം. കൊച്ചിനോടെ കൊണ്ടു. തങ്കപ്പൻ ചേട്ടാ, കൊച്ചിനെ ആക്കിയ ആരാണ് നോക്കാനുള്ള? തങ്കപ്പൻ ചേട്ടനൊക്കെ ഓസിനല്ലേ വന്നിരുന്ന് ഞണ്ണണത്? ആളുകളെ ഓശാരത്തിനല്ലേ കയറി കിടന്ന് ഞണ്ണണത്? ആളുകൾ കൊടുത്ത വീട്ടിലും കയറി കിടന്നിട്ട് തങ്കപ്പ ചേട്ട ഇപ്പം ഇരുന്ന് മോളെ അഭിനയത്തിന് വിട്ടു. എന്തിനാണ് അഭിനയത്തിന്? സിനിമാ നടിയാവാൻ മഞ്ജു വാര്യരെ കടത്തി വെട്ടി മുന്നോട്ട് കയറാൻ വേണ്ടി വിട്ട്. എന്നിട്ട് മോളാ ചെന്ന് കിടന്ന് കാണിക്കണതാ? ഒന്നും പറയണ്ട. വീട്ടിൽ നിന്ന് ഇറങ്ങി ആര് നോക്കും? അവളെ മക്കളെ വേറെ ആരെങ്കിലും ആണോ നോക്കാനുള്ളത്? പിന്നെ അവളെന്തിന് കിടക്കണത്? സാധാരണ തള്ളമാര് തന്നെയാണ് നോക്കാനുള്ളത്. ഇപ്പൊ തന്ത ഇല്ല, തന്ത മരിച്ചുപോയി. എന്താ ഈ പറയണ മൂപ്പിലാൻ എന്തരാണ് ജോലി? മൂപ്പിലാൻ ചുമ്മാ അവിടെ ഇരുന്ന് ഞണ്ണയല്ലേ ചെയ്യണത്? മോള് കൊണ്ട് കൊടുക്കണത്. മോൾ എങ്ങനെയായാലും ഏതൊരു വഴിക്കൂടെ ആയിരുന്നാലും മാറ്റി കാണിച്ച് മോള് പണം ഉണ്ടാക്കണം.
അപ്പം അതിരുന്ന് ഞണ്ണണത് അപ്പൂപ്പനല്ലേ. അപ്പൂപ്പന് പിന്നെ എന്താണ് നോക്കിയാലുള്ള കുഴപ്പം? മൂത്ത കൊച്ചിനെ നോക്കണ്ട, അതതിൻ്റെ പാട് നോക്കി പോയി. അതിൻ്റെ വീട്ടിലാണ് കയറി എല്ലാം എണ്ണം കൂടെ കയറി കിടന്നുകൊണ്ട് അട അടക്കണം. മുട്ട വെച്ചാൽ വിരിയും, മുട്ട എല്ലാം കൂടെ വിരിയണ പരുവായി. ആ കൊച്ചിൻ്റെ വീട്ടിൽ കയറി കിടന്നും കൊണ്ട് എല്ലാം എണ്ണം കൂടെ അതിനെ വെളിയിലിറക്കി. ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയക്കാരുടെ ഈ കുറെ യൂട്യൂബർമാരുടെ ഈ വർത്തമാനങ്ങൾ കേട്ടല്ലേ അവരുടെ ആ രീതിക്ക് സംസാരിച്ച് അതുകൊണ്ട് എന്താ പറയുന്നത്, സ്വർഗം പോലെ തുള്ളിച്ചാടുന്ന കുറെ. ആ പാപ്പ സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടാ. യൂട്യൂബർമാരെ അല്ലാതെ ഉള്ളവരെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഒന്ന് സൂക്ഷിച്ച് സംസാരിക്കണേ. യൂട്യൂബർമാരില്ലായിരുന്നെങ്കിൽ ആരും അറിയൂലായിരുന്നു. യൂട്യൂബർമാരുള്ളത് കൊണ്ടാണ് അപ്പാപ്പന്റെ മോള് ചെന്നിരുന്ന് തുണി ഒരറ്റത്തോട്ട് അഴിച്ചിടുമ്പോഴത്തേക്ക് സപ്രസ് ചെയ്തൊക്കെ കാണണത്. അതൊന്നും ഓർമ്മ വേണം. പ്രിയപ്പെട്ടവരോട്ടെ, തല ഇരിക്കുമ്പോ ഓലാടണം. അവളവിടെ ഇരുന്നു കൊണ്ട് കുഞ്ഞിനെ നോക്കട്ടെ അവരിഞ്ഞോട്ട് വരാൻ പറഞ്ഞപ്പോഴ് കിളവ ഒരറ്റത്തൂടെ ഒരൊറ്റ അടി കൊടുത്ത് മോളെ ചന്തിക്കിട്ട് കൊടുത്ത് വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്കാം. ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനെ ആയിരുന്നു. ഇന്ത്യയൊക്കെ വീട്ടിൽ താമസിക്കാൻ അങ്ങ് വന്നാലും മതി. ആ ഒരു മോനെ അടിച്ച് ഓട്ടിച്ച് പായിച്ച് നാട് കടത്തി. ഇനി ബാക്കിയുള്ള ആളുകളും കൂടെ അങ്ങോട്ട് വരാൻ. പറയടോ നിങ്ങൾ പറയടോ. എന്റെ കുട്ടിയെ ആര് നോക്കും? കുട്ടിയെ നോക്കാനാണ് തങ്കപ്പൻ ചേട്ടനുണ്ട്, തങ്കപ്പൻ ചേട്ടന്റെ വൈഫുണ്ട്, പിന്നെ ഒരു ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഭർത്താവുണ്ട്, 2 പിള്ളേർ. ഇത്രയും പേരും ആ കൊച്ചിനെ. ഇതിപ്പോ ആരും നോക്കണ്ട, അവള് നോക്കണം. അവക്ക് പെറാൻ അറിയാമെങ്കിൽ പിന്നെ അവക്ക് നോക്കിക്കൂടെ? അവള് നോക്കേ ഇല്ല. അതിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കേ ഇല്ല, അതിനൊരക്ഷരം പറഞ്ഞു കൊടുക്കേ ഇല്ല. അവള് 24 മണിക്കൂർ മൊബൈൽ എടുത്തു വെച്ചിട്ട് കൃതപ്പ അവള് കൊടുക്കേ ഇല്ല. അത് ക്യാമറാമാൻ മീഡിയക്കാര് ഫ്രണ്ടിൽ വരുമ്പോ മാത്രം മോനെ ഋതപ്പ ചോറ് കഴിച്ചോ, മോനെ എന്ത് വേണം തിരിച്ചു വരുമ്പോ അമ്മ ഇന്ന് വരുമേ ഇങ്ങനെ പറയും, കാണിക്കാൻ വേണ്ടി. അതിനെ ഒന്നും ചെയ്യേ ഇല്ല, അതിനെ കുളിപ്പിക്കേ ഇല്ല, നനപ്പിക്കേ ഇല്ല. അത് അവിടെ കിടന്ന് കണ്ട കണക്കിന് കിടക്കണം. കുറെ ആളും കൂടെ കഴിയുമ്പോൾ എവളെ മുതുവഴിക്ക് കുനിച്ചീർത്തി എവളെ ഇടിച്ചു കൊടുക്കും. അല്ലാതെ അതിനെ നോക്കോലും ഇല്ല. എന്നിട്ടാണ് അവള് പറഞ്ഞപ്പനെ ആര് നോക്കൂ, എൻ്റെ കൊച്ചിനെ ആര് നോക്കണോ? എടി നീ നോക്കണം നിന്റെ കൊച്ചിനെ. വേറെ ആരെങ്കിലും വരുമോ നിന്റെ കൊച്ചിനെ നോക്കാൻ? എവളിനെ ഋതപ്പനെ നോക്കിക്കൊണ്ടിരുന്നാ പിന്നെ എവളെ ഈ രംഗത്തിനൊന്നും പറ്റൂലല്ല. എവള് സുതി മരിക്കാൻ കാത്തിരുന്നു. ഇവള് പ്രാവി തൊലച്ച് ഇനി വല്ല കൊട്ടേഷനോ കൊടുത്തിട്ടായിരിക്കും. ഋതപ്പനെ നോക്കി വീട്ടിൽ നിന്നാ പിന്നെ ചോറ് മേടിക്കണ്ടേ? ബാഗും വാരിയിട്ട് ലാന്ത്രയിൽ വെള്ളപ്പൊക്കം ഇറങ്ങി കണക്ക് അവൾ ആദ്യം അഭിനയിച്ച് ഇറങ്ങിയതിന് ശേഷം പിന്നെ അവൾ ഓരോന്നിലും തുടങ്ങി. ഇതാ കണ്ട, ഇതാണ് അവളെ രംഗങ്ങള്. വന്നു മുണിമാരൻ വന്നല്ലോ. സുതി ഉണ്ടെങ്കിൽ ഇതൊന്നും പറ്റൂലായിരുന്നു. ഈ ഒരു കാര്യത്തിന് വിട്ടുകൊടുത്താ മതി. ഓഹോ കണ്ണമോടെ കട്ടപ്പോടിടാ അണ്ണാള. എന്റെ പൊന്നോ. എന്നിട്ട് അയ്യോ മോശം. കർട്ടൻ അടച്ച്. യവന് ഈ കാണിച്ചോന് ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാണ്. അവള് പറയുന്നത് അവന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ അറിയാം ഇങ്ങനെയാണെന്ന്. എന്റെ കൂടെ ഇങ്ങനെ വരണതൊക്കെ ഭാര്യയ്ക്കും മക്കൾക്കും അറിയാം. അതുപോലെ അതാണല്ലോ പഴംപൊരി ദാസനെയൊക്കെ കൊടുത്ത്. പഴംപൊരി ദാസനും പ്രതീഷിനും കവാലം പൊളക്ക ഭാര്യ ആര് കൊടുത്ത് അവിടെ അങ്ങോട്ട് റൂമിലിട്ട് പൂട്ടിയിട്ട്. ഇപ്പൊ എന്താ അവര് മര്യാദക്ക് നടക്കണ? ആ കള്ളും കുപ്പിയും പെണ്ണും കുപ്പിന്നും പറഞ്ഞുകൊണ്ട് പെണ്ണുപിടിയന്മാരും കള്ളും കുപ്പിയും പെണ്ണുപിടിയന്മാരും മുതുക്കമ്മച്ചി എന്നും പറഞ്ഞും കൊണ്ട് ആ ഒരു എന്താ ഒരു കുന്ത്രാണ്ടത്തിന് ശേഷം കിട്ടിയിരിപ്പതിന്. അന്ന് എവളെ പൊക്കിയിട്ട് അടിച്ചില്ലേ? പൊക്കിയിട്ട് അമ്മാനാടി തൂക്കിയടി 3 എണ്ണം കൂടെ തൂക്കിയിട്ട് അടിച്ച്. അതോടുകൂടി മതിയായി. അവന്മാരെ ഭാര്യയാര് പിടിച്ച് അകത്തിട്ട് മര്യാദയ്ക്ക് അവിടെ കിടന്നോളാൻ പറഞ്ഞു. പഴംപൊരി ദാസനൊക്കെ അതോടുകൂടി വിറച്ചുകൊണ്ട് അകത്ത് കയറി കിടന്നു. ഭാര്യയുടെ കൂടെയുള്ള റീൽസാണ്. അവർക്കൊന്നും താല്പര്യം ഇല്ലെങ്കിൽ വരണ്ട എന്റെ കൂടെ അഭിനയിക്കാൻ.
ഫേമസ് ആവാൻ രേണുസുതിയ വേണം. ഒരു കടലിന്റെ തീരത്ത് വന്നിരുന്നോണ്ടാണ് പറയണത് എവന്റെ കൂടെ കിടന്ന് അഴിഞ്ഞാടണ് കടലില്, രണ്ടും കൂടെ തെരയില് ഉരുളാണ്. അപ്പോഴാണ് പറയണത് അവന് അവർക്കൊന്നും വേണ്ടെങ്കിൽ വേണ്ട, ദാസേട്ടനൊന്നും വരണ്ട, അതുപോലെ പ്രതീക്ഷിനൊന്നും വരണില്ലെങ്കിൽ വരണ്ട, പിന്നെ ഞാനിങ്ങനെ കാണിക്കും, അപ്പൊ പിന്നെ ഇനി എൻ്റെ കൂടെ വരണമെങ്കിൽ വന്നാ മതി. അടുത്തത് ഇത് എന്നെ വരും. നാട് കറങ്ങി. ഞാൻ പറയട്ടെ, ഈ കലാഭവൻ ആ പാട്ടുണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. ആ ഒരു പാട്ടിനെ നാണം കെടുത്തുന്ന നാറിയായിട്ടുള്ള ഈ പെണ്ണും പുള്ള കിടന്ന് തുള്ളണ കാണണം. ആ ഒരു പാട്ട് വിട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കോട്ട്. ആ പാട്ട് നിനക്കറിയാമോ? തങ്കമ്മേ വണ്ടമ്മേ എന്ന് പറഞ്ഞു. അയ്യോ അയ്യ അയ്യോ എന്തൊക്കെ കാണിക്കണം എന്നുള്ളതാണ്. അയ്യോ ഡാൻസർ എന്നൊക്കെ പറഞ്ഞ കുറെ സബ്സ്ക്രിപ്ഷൻ എന്നും പറഞ്ഞും കൊണ്ട് കുറെ ഇറങ്ങിയിട്ടുണ്ട്. പാതിരാത്രിയിലിരുന്ന് പണത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരും കാണിച്ചു കൂട്ടുന്നതാണ്. അവർക്കൊക്കെ എത്ര കിട്ടിയാലും തികയൂല. ഞാൻ ഒരുപാട് വീഡിയോകൾ കണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ, രേണുവിൻ്റെ വീഡിയോ അതേ കണക്ക് തന്നെയാണ്. I'm sweating, guys. I'm sweating. Bye, guys. എനിക്ക് തോന്നി ഇനി ഈ കൊച്ചു കാണിക്കണമെന്ന് ചൂട് കൊണ്ടായിരിക്കും. ഇപ്പം ചൂട് കൂടുതലല്ലേ, ചൂട് കൂടുതൽ കൊണ്ട് ചിലപ്പം ഊരിയിട്ടിട്ട് ഇങ്ങനെ നടക്കണതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നിട്ടിരുന്നും കൊണ്ട് അത് നാക്ക് കിട്ടുന്നുണ്ട്, വയറ്റിലിട്ട് കുത്തുന്നുണ്ട്, പല കോലങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആള് കൂടാൻ വേണ്ടിയിട്ടാണ് പറയണത്. എത്രത്തോളം കിട്ടിയാലും ആളെയൊക്കെ തികയൂലെന്ന് കണ്ടാൽ പിന്നെന്തെങ്കിലും. അവരൊക്കെ വീഡിയോകളും ചെയ്യുന്നുണ്ട്. ഒരു വീട്ടിൽ തന്നെ 6, 7 യൂട്യൂബ് ചാനൽ. ആരുണ്ട് പൊടി കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പോലും യൂട്യൂബ് ചാനൽ ഇവർക്കൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഇവർ ഈ ഒരു സാധനം ഇട്ടും കൊണ്ട് മര്യാദയ്ക്കാണ് എങ്കിൽ വേണ്ടൂല, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വേറൊരു രീതിക്ക് പബ്ലിക്കായിട്ട് മൊത്തത്തിൽ വലിച്ചു പറിച്ച് എറിയും കണക്കാണ് അവർ കാണിക്കുന്നത്. അപ്പം എനിക്ക് തോന്നണതൊക്കെ ചൂട് കൊണ്ടായിരിക്കും കാണിക്കുന്നത്. ചൂട് എന്ന് പറഞ്ഞാൽ ചൂട് പ്രശ്നമാണ്. കണ്ടില്ലേ സുധീരെ ഫോട്ടോ എടുത്തിട്ട് സൂചേട്ടാ വെഡിങ് ആനിവേഴ്സറി ആണ് സൂചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അയാള് മരിച്ചുപോയി. അയാള് കുഴി കിടന്നിട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി രേണു രേണുമോളേ